പത്തനംതിട്ട തുലാപ്പള്ളിയിൽ കാട്ടാനാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. പുളിയൻകുന്നുമല സ്വദേശി ബിജുവാണ് കൊല്ലപ്പെട്ടത്. കൊല്ലപ്പെട്ട ബിജുവിന്റെ മൃതദേഹവുമായി നാട്ടുകാർ പ്രതിഷേധിച്ചിരുന്നു. കളക്ടറുടെ ഇടപെടലിന് പിന്നാലെയാണ് മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയത്. വിശദാംശങ്ങളുമായി സന്തോഷ് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. സന്തോഷ്, എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ, ഏറ്റവും പുതിയ വിവരങ്ങൾ? അജിംഷാദ്, പത്തനംതിട്ട തുലാപ്പള്ളി പുളിയൻകുന്നുമല യിലാണ് പുളിയൻകുന്നുമലയിൽ കുടിലിൽ ബിജു ആണ് കൊല്ലപ്പെട്ടത്. ഇന്ന് രാവിലെ ഏതാണ്ട് 2 മണിയോടുകൂടിയായിരുന്നു ഈ അപകടമുണ്ടായത്. വീടിന് സമീപത്ത് തെങ്ങ് ആന മറിച്ചിടുന്ന സൗണ്ട് കേട്ടുകൊണ്ടാണ് ബിജു പുറത്തിറങ്ങിയത്. പുറത്തിറങ്ങി ആനയെ ഓടിക്കാൻ ശ്രമിക്കുമ്പോഴായിരുന്നു പാഞ്ഞെടുത്ത ആന ബിജുവിനെ അടിച്ചിടുകയും തുടർന്ന് കുത്തി കൊലപ്പെടുത്തുകയും ചെയ്തത്. ഈ സ്ഥലത്ത് ജനങ്ങൾ തടിച്ചുകൂടുകയും ഒരു പ്രതിഷേധവും ഒക്കെ ഉണ്ടായിരുന്നു. നാട്ടുകാർ ഈ വന്യജീവികൾ പുറത്തേക്ക് ഇറങ്ങുന്ന സാഹചര്യത്തെ തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം, അതുപോലെ തന്നെ ബിജുവിന് നഷ്ടപരിഹാരം വേണമെന്നുള്ള പ്രതിഷേധമൊക്കെ ആയിരുന്നു. രാവിലെ കളക്ടർ എത്താതെ ഈ മൃതദേഹം അവിടുന്ന് വിട്ടു നൽകില്ല എന്നുള്ള നിലപാടിലായിരുന്നു ജനങ്ങൾ. എന്നാൽ അതിരാവിലെ തന്നെ ജില്ലാ കളക്ടർ അവിടെ എത്തുകയും 24 മണിക്കൂറിനകം ഈ കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാക്കാമെന്ന് ജനങ്ങൾക്ക് ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് ബിജുവിന്റെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഇപ്പം മാറ്റിയിരിക്കുന്നത്. ബിജുവിന്റെ വീടിരിക്കുന്ന സ്ഥലം വനത്തോട് ചേർന്ന പ്രദേശമാണ്. ഇതിനു മുമ്പും അവിടെ ആനയും കാട്ടുപോത്തും പുലിയും ഒക്കെ ഇറങ്ങിയിട്ടുള്ള സ്ഥലം തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്ഥലത്താണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇതുപോലെ പുരയിടത്തിലേക്ക് കയറുന്നതോ അല്ലെ ഒരാളെ കൊലപ്പെടുത്തുന്ന തരത്തിലുള്ള സംഭവങ്ങൾ ഇതിനു മുമ്പ് അടുത്ത കാലത്തെങ്ങും ഉണ്ടായിട്ടില്ല. എന്തായാലും ജനങ്ങളുടെ പ്രതിഷേധം വളരെ ശക്തമായിരുന്നു. കളക്ടർ എത്തി. കളക്ടർ ജനങ്ങളോട് നേരിട്ട് സംസാരിച്ച് ഈ മൃതദേഹം ഇങ്ങനെ ഇവിടെ തുടരാൻ കഴിയുന്നതല്ല എന്ന് അറിയിക്കുകയും അതിനെ തുടർന്നാണ് ജനങ്ങൾ മൃതദേഹം വിട്ടു നൽകുന്ന സാഹചര്യവും ഉണ്ടായത്. അജിംഷാ. ശരി, സന്തോഷാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്. വീണ്ടും ഒരു ജീവൻ കൂടി വന്യജീവി ആക്രമണത്തിൽ, കാട്ടാനാക്രമണത്തിൽ പൊലിയുകയാണ്. പത്തനംതിട്ടയിലാണ് കാട്ടാന വീട്ടുമുറ്റത്തുണ്ടായിരുന്ന ബിജുവിനെ ചവിട്ടിക്കൊന്നത്. ഇതിൻ്റെ വിവരങ്ങളും വിശദാംശങ്ങളുമാണ് ഞങ്ങളുടെ പ്രതിനിധി സന്തോഷ് നൽകിയത്.